ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്താ ദിയാൻകുട്ടൻ കൊട്ടയ്ക്കകത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ദിയക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. മെയ് 6 എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്. ഞാൻ ആദ്യമായി അമ്മയായ ഒരു ദിവസമാണ് മെയ് 6. അപ്പോൾ ദിയക്കുട്ടിയുടെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനും അതുപോലെ തന്നെ അവൾക്ക് വേണ്ടി കേക്ക് പർച്ചേസ് ചെയ്യാനും ഒക്കെ നമ്മൾ തലേന്നല്ല 4-ാം തീയതിയാണ് നമ്മൾ 4-ാം തീയതി ഈവനിങ് നമ്മൾ പോയി. അപ്പോൾ വൈകിട്ട് എൻ്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ്, അതായത് ആഫ്റ്റർ 5 ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു 8 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ റൂമിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. നക്കിലാണ് പോയത്. നക്കിൽ പോയി ഡ്രസ്സ് പർച്ചേസ് ചെയ്തു. അതുപോലെ തന്നെ 2-3 ജോഡി ഡ്രസ്സ് എടുത്തു. അവൾക്ക് കുറച്ച് ഡ്രസ്സ് ഷോർട്ടേജ് ഉണ്ടായിരുന്നു. ഞാൻ എല്ലാ ഡ്രസ്സും അവളുടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡ്രസ്സ് കൂടുതൽ അവൾക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ദിയക്കുട്ടിയുടെ അവൾക്ക് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് കേക്കൊക്കെ കാണുന്നതും കേക്ക് കഴിക്കാനൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആളാണ്. അപ്പം അവളുടെ അടുത്ത് ഞാൻ അവളുടെ ബർത്ത്ഡേ ആകുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളുടെ ബർത്ത്ഡേ വരാൻ പോവുകയാണ് എന്ന്. എപ്പോഴും അവൾ എൻ്റെ അടുത്ത് ചോദിക്കും, അമ്മ എപ്പോഴാണ് ബർത്ത്ഡേ വരിക, എൻ്റെ ബർത്ത്ഡേ എനിക്ക് സെലിബ്രേറ്റ് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ ഇപ്പോൾ കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു ഹണി കേക്ക് എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ ഒരു പീസ് ഹണി കേക്കും പിന്നെ അവളുടെ ബർത്ത്ഡേ കേക്ക്. അവൾക്ക് ഏത് ഫ്ലേവർ വേണമെന്ന് ചോദിച്ചപ്പോൾ ചോക്ലേറ്റ് ഫ്ലേവർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് തന്നെ ഞാൻ കേക്ക് പർച്ചേസ് ചെയ്തു. അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. എന്താ അറിയില്ല, അവൾക്ക് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനൊക്കെ ഒരു പ്രത്യേക ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ആ ദിവസം മാത്രമല്ല, ആ ദിവസം ഞാൻ അവളെ വഴക്ക് പറയുകയും അവൾ എന്ത് കുറുമ്പ് കാണിച്ചാലും ഞാനൊന്നും പറയത്തില്ല കേട്ടോ. അല്ലാത്ത ദിവസമൊക്കെ ഞാൻ നല്ല വഴക്ക് അവളെ പറയും. പക്ഷേ കുറുമ്പ് അത്രയും ഉണ്ട്, നമ്മളത്രയും എന്താ പറയുക, വഴക്ക് പറയേണ്ട അത്ര കുറുമ്പുകളൊക്കെ അവൾ കാണിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസം ഞാൻ അവളെ ഒന്നും പറയത്തില്ല. അത് അവൾക്കറിയാം. അതുകൊണ്ട് അവൾ അത് മാക്സിമം യൂസ് ചെയ്യാറുണ്ട്. അവളുടെ ഡോള് കാര്യങ്ങളൊക്കെ അവൾക്ക് എപ്പോഴും ഇഷ്ടമാണ്. ഇതിനെ ഡ്രസ്സ് ചെയ്യിപ്പിക്കലും അതുപോലെ കുളിപ്പിക്കലും ആ ഡോളിനോട് വർത്താനം പറയലൊക്കെയാണ് ഇപ്പോൾ ഉള്ള മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ അവൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഒരുപാട് ടോയ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എല്ലാം നശിപ്പിച്ച് കളഞ്ഞു. പിന്നെ നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത് 5-ാം തീയതിയാണ്. 6-ാം തീയതി ആയിരുന്നു അവളുടെ ബർത്ത്ഡേ. പക്ഷേ 5-ാം തീയതിയാണ് സെലിബ്രേറ്റ് ചെയ്തത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 5-ാം തീയതി ഓഫായിരുന്നു. അപ്പോൾ പിന്നെ 6-ാം തീയതി എനിക്ക് ഓഫില്ല, എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം. അപ്പം ഡ്യൂട്ടിക്ക് പോയി വന്നു കഴിഞ്ഞുള്ള ക്ഷീണവും പിന്നെ പിറ്റേന്നിട്ടുള്ള ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടിട്ട് ഞാൻ അധികം എന്താ പറയുക, ഞാൻ വിചാരിച്ചു ഓഫ് ഡേ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് മെയ് 5 സെലിബ്രേറ്റ് ചെയ്തത്. എനിക്ക് അവളുടെ ബർത്ത്ഡേ അതേ ടൈമിൽ അതേ ദിവസത്തിൽ എനിക്ക് സെലിബ്രേറ്റ് ചെയ്യാനാണ് ഇഷ്ടം. അതെനിക്ക് ഒരു ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി വയ്ക്കാൻ യാതൊരുവിധ ഇഷ്ടമില്ല. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ഉള്ള ഒരു കണ്ടീഷനും സിറ്റുവേഷനൊക്കെ അനുസരിച്ചിട്ട് എനിക്ക് അങ്ങനെ ചെയ്യാനാണ് പറ്റിയത്. അതുകൊണ്ട് തന്നെ ഞാൻ 5 സെലിബ്രേറ്റ് ചെയ്തു. പിന്നെ ഉച്ചയ്ക്ക് അവൾക്ക് ഇഷ്ടപ്പെട്ട മന്തി ഭയങ്കര ഇഷ്ടമാണ്. ചിക്കനാണ് ഫേവറേറ്റ്. അപ്പം ചിക്കനൊക്കെ വാങ്ങിച്ചു, മന്തിയൊക്കെ വേറെ നിറയെ വാങ്ങിക്കൊടുത്തു. ദിയക്കുട്ടിയെ ഞാൻ പ്രഗ്നൻ്റ് ആവുന്നതും എല്ലാം എന്താ പറയുക, UAE വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ UAE പ്രൊഡക്റ്റാണ് ദിയ. എന്താ പറയുക, അവൾ 7 മാസം വരെ ഞാൻ ദിയയുടെ 7 മാസം വരെ ഞാൻ ഇവിടെ ആയിരുന്നു, UAEയിലായിരുന്നു. പിന്നെ എന്താ പറയുക, 3rd മന്തിലാണെന്ന് തോന്നുന്നുണ്ട്. 3rd മന്തിൽ അജു നാട്ടിൽ പോകേണ്ട ആവശ്യം വന്നിട്ട് അജു നാട്ടിലായിരുന്നു. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ആയിരുന്നു ഇവിടെ UAEയിൽ, ഒറ്റയ്ക്കായിരുന്നു. അപ്പം എന്നെ കൺസൾട്ട് ചെയ്ത ഗൈനക്കോളജിസ്റ്റ് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് അവിടെ ആരായിരുന്നു, UAEയിൽ ആരായിരുന്നു നിന്നെ ടേക്ക് കെയർ ചെയ്യാനൊക്കെ. ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അങ്ങനെയായിരുന്നു പറഞ്ഞപ്പം ഡോക്ടർക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. കാര്യം കൺസീവ് ചെയ്ത സമയത്തായ 7 മന്ത് വരെ ഒറ്റയ്ക്കൊക്കെ എങ്ങനെ. ഞാൻ പറഞ്ഞു ഞാൻ ജോലിക്ക് പോകുമായിരുന്നു. എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും, ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് ആണ് അതെല്ലാം. എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ ഞാൻ വളരെ കൂളായിട്ട്, ആദ്യത്തെ മാസമൊക്കെ കുറച്ച് വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. എൻ്റെ ലൈഫിൽ ഞാൻ എൻ്റെ ഇങ്ങനെയുള്ള സമയത്തൊക്കെ പ്രഗ്നൻസി ടൈം, ഡെലിവറി ടൈം ഒക്കെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ നല്ലൊരു ബ്ലെസ്സിങ് ഉണ്ടായിരുന്നത് കൊണ്ടിട്ട് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റി. എനിക്കത് വലിയൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. ദിയാൻകുട്ടൻ ജ്യൂസൊക്കെ എടുത്തിട്ട് പാൻറ്റിലും അവൻ്റെ നിക്കറിലും അതുപോലെ തന്നെ ടീഷർട്ടിലൊക്കെ മൊത്തം ഒഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതാണ് ആ നനഞ്ഞിരിക്കുന്നത് കേട്ടോ. ജ്യൂസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവൻ്റെ ഫേവറേറ്റ് ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഓറഞ്ചാണ്. എനിക്ക് മാംഗോ ആണെങ്കിൽ അവന് ഓറഞ്ച്, ദിയക്കുട്ടിക്ക് ആപ്പിൾ. അങ്ങനെ ഞങ്ങൾ 3 പേരും 3 രീതിയിലായിപ്പോയി. അപ്പോൾ ദിയക്കുട്ടി കേക്കൊക്കെ ഇങ്ങനെ വലിച്ച് വാരിയൊക്കെ കഴിക്കുന്നുണ്ട്. എന്താ പറയുക, നല്ലൊരു ഹാപ്പി ഡേ ആയിരുന്നു. ഞാനും ദിയക്കുട്ടിയും അതുപോലെ തന്നെ ദിയാൻകുട്ടനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സിസ്റ്റർ ഉണ്ടായിരുന്നില്ല.
സിസ്റ്റർ ഗിഫ്റ്റൊക്കെ അവൾക്ക് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതെല്ലാം നേരത്തെ കാണിച്ചു തന്നു. 2 തീയതി അവൾ പോയി ദിയക്കുള്ള ഗിഫ്റ്റെല്ലാം വാങ്ങിച്ചു. എല്ലാ പ്രാവശ്യവും ഉള്ളതാണ്. മോളുടെ ബർത്ത്ഡേക്ക് അവൾ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാറുണ്ട്. ഇപ്പോൾ സിസ്റ്റർ അവൾക്ക് ഓഫ് കിട്ടുന്ന ദിവസം വിസിറ്റ് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഗിഫ്റ്റൊക്കെ ആയിട്ട് ദിയ ഗിഫ്റ്റിങ്ങിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയൊക്കെ ഉള്ളൂ. എനിക്ക് ഏറ്റവും ബ്ലെസ്സിങ് ആയിട്ടുള്ള ഏറ്റവും ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആണ് ദിയ മോളുടെ ബർത്ത്ഡേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.